ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വൈശാഖ മാസത്തിലെ അവസാനത്തെ ദിവസമാണ് നാളെ വരുന്നത്. അതായത് വൈശാഖ മാസത്തിലെ അമാവാസിയും ശനി ജയന്തിയും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസം. വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. വൈശാഖ മാസത്തിലെ കറുത്ത വാവാണ് ഭഗവാൻ ശനിദേവൻ്റെ ജന്മദിനം. അത് ശനിയാഴ്ചയോടുകൂടി വന്നിരിക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ പ്രത്യേകത. അന്ന് നമ്മൾ, അതായത് ശനി ജയന്തിയായ നാളെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മറ്റൊന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. രണ്ടും കൂടി ഒന്നിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ലെങ്ത് കൂടും. ഇന്ന് പറയുന്നത് വൈശാഖ മാസത്തിൻ്റെ അവസാന ദിവസമായ നാളെ വൈശാഖ അമാവാസി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ്. വൈശാഖ മാസം എത്രമാത്രം പവിത്രത നിറഞ്ഞതാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു വൈശാഖ മാസം മുഴുവൻ ചൊല്ലേണ്ടുന്ന നാമത്തെക്കുറിച്ചും ചെയ്യേണ്ടുന്ന പരിഹാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ഫലം ലഭിച്ചതായിട്ട് നമുക്ക് കമൻസും വരുന്നുണ്ട്. അപ്പം ഇതുവരെ ആയിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടിയിട്ട് നമുക്ക് മുൻപിലുണ്ട്. വൈശാഖ മാസത്തിൻ്റെ ആ ഒരു പുണ്യം മുഴുവൻ നേടാൻ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുൻപായിട്ട് ഇന്ന് ഇടവമാസം 1-ാം തീയതിയാണ്, 30 വെള്ളിയാണ്. ഇന്നത്തെ ദിവസം വിഷ്ണുപതി പുണ്യകാലം കൂടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ 10:30 മുൻപായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവരും ചെയ്തുവെന്നും ക്ഷേത്രദർശനം നടത്തിയെന്നും കൊടിമല പ്രദക്ഷിണം നടത്തിയെന്നും ഒക്കെ വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ലക്ഷ്മി ദേവിക്ക് വെറ്റിലകൾ സമർപ്പിക്കുന്നതാണ്. അത് രാവിലെ ചെയ്യാൻ വിട്ടുപോയവരൊക്കെ രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള ആ ഒരു ശുക്രഹോര സമയത്തും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വൈശാഖ അമാവാസി നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ അമാവാസി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ശനിയാഴ്ച അതിരാവിലെ 5:11 കൂടിയിട്ടാണ്. അവസാനിക്കുന്നതാണെങ്കിൽ ഞായറാഴ്ച അതികാലെ 1:30. അപ്പം നമുക്ക് ശനിയാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഉഗ്രദൈവ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചയോട് കൂടിയിട്ടാണല്ലോ നമുക്ക് ഈ ഒരു കറുത്ത വാവ് വന്നിരിക്കുന്നത്. വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ നമുക്ക് ദർശനം നടത്താവുന്നതാണ്. ദർശനം നടത്തി ദേവിക്ക് നാരങ്ങാമാല, ചുമന്ന പട്ട്, ചുമന്ന കുങ്കുമം ഇതൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റികൾ ഒഴിഞ്ഞു മാറാനും വീടിന് ഐശ്വര്യമുണ്ടാവാനും സഹായകമാകും. അതേപോലെ തന്നെ നാളത്തെ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുൻപായി നമ്മുടെ വീട്ടിൽ എത്ര മുറികളുണ്ടോ, ബാത്റൂമും ടോയ്ലറ്റും ഉൾപ്പെടെ അവിടെയെല്ലാം നമ്മൾ കല്ലുപ്പ് വെച്ചിരിക്കണം. ആ കല്ലുപ്പ് നമ്മുടെ വീട്ടിലെ സർവ്വ നെഗറ്റീവ് എനർജിയെയും വലിച്ചെടുത്ത് പോസിറ്റിവിറ്റിയെ നിറയ്ക്കുന്നതാണ്. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം കല്ല് പൊട്ട ശേഷം നമ്മൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതും നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വൈശാഖ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. ഈ ഒരു മാസം മുഴുവൻ ഇപ്പം നമുക്ക് വൈശാഖ മാസത്തിലെ യാതൊരു പ്രാർത്ഥനകളും പൂജകളും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തവരാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ, അങ്ങനെയല്ലെങ്കിൽ വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ച് തുളസി ഇലകൾ കൊണ്ടൊരു മാല ചാർത്തുക. തുളസി ഇലകൾ കിട്ടാനില്ലാത്തവർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ വീട്ടിൽ നമ്മളൊരു തുളസി ചെടി നട്ട് വളർത്തണം. എല്ലാ ദിവസവും അതിൽ നിന്നും തുളസി ഇല പറിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള ചില ഒക്കേഷൻസിൽ പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ചെറിയ തുളസിയുടെ ഒരിലയെങ്കിലും പറിച്ച് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മളത് ഭഗവാന് സമർപ്പിക്കണം. മാല ചാർത്തുന്നവരാണെങ്കിലും ഈ മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ഭഗവാൻ ആ മാല ചാർത്തിയതിന് ശേഷം ഭഗവാന് മുൻപിലായിട്ട് 2 മാവിളക്കുകൾ കൊളുത്തി വെക്കണം. മാവിളക്ക് എങ്ങനെ കൊളുത്തണമെന്നും മാവിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്നുമൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സംശയം ആർക്കുമില്ലല്ലോ. 2 മാവിളക്ക് കൊളുത്തണം. മാവിളക്ക് ഉണ്ടാക്കാൻ പറ്റാത്തവർ
ചിലപ്പം താമസിച്ച് വീഡിയോ കാണുന്നവരുണ്ടാകും, കയ്യിൽ മാവിളക്കുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ കുറവുള്ളവരുണ്ടാകും, ചിലർക്ക് പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അവരൊക്കെ 2 നെയ് ദീപം കൊളുത്തി വെച്ചാൽ മതിയാകും. മാവിളക്ക് ഭഗവാന് മുൻപിൽ കൊളുത്തി ആ മാവിളക്ക് കൊണ്ട് ഭഗവാന് 3 പ്രാവശ്യം ആരതി എടുക്കണം. ആരതി എടുത്തതിന് ശേഷം ഭഗവാനെ നോക്കി കത്തുന്നത് പോലെ തന്നെ നമ്മൾ ആ മാവിളക്ക് വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് ഇരുന്ന് നമ്മൾ ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ, അങ്ങനെയല്ലെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് 54 പ്രാവശ്യം ഗോവിന്ദ ഗോവിന്ദ എന്നും ബാക്കിയുള്ള 54 പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രമാണെങ്കിലും ജപിക്കാവുന്നതാണ്. ഇത് ജപിച്ചതിന് ശേഷം ഭഗവാന് ഒരു പിടി അവൽ കൂടി തുളസിയിലയിട്ട് ഭഗവാന് നിവേദ്യമായിട്ട് വെച്ച് ധൂപദീപ ആരതി എടുത്ത് പ്രാർത്ഥിക്കുക. ഈ വൈശാഖ മാസത്തിൽ ഒരു ദിവസം പോലും ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്താനോ ഭഗവാനെ പ്രാർത്ഥിക്കാനോ സാധിക്കാത്തവർ നാളത്തെ ദിവസം ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കും. അതിൽ തന്നെ നാളെ രാവിലെ വരുന്ന 6 to 7 ശനിഹോര സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ വളരെ വളരെ പവർഫുള്ളാണ് ആ ഒരു സമയത്തെ വെങ്കടേശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, കർത്തവാവും വൈശാഖ മാസത്തിൻ്റെ അവസാനം ശനി ജയന്തിയൊക്കെ കൂടി ആയതുകൊണ്ട് ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്തിരിക്കണം. അത് മറക്കരുത്. കാരണം അത്രമേൽ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ. നമ്മൾ പക്ഷികൾക്ക്, കാക്കയ്ക്ക് മറക്കാതെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആദ്യം വെക്കുന്ന ഭക്ഷണം എന്താണോ, അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതല്ല ചോറാണ് ആദ്യം വെക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു പിടി കാക്കയ്ക്ക് കൊടുത്തിരിക്കണം. അതേപോലെ നാളത്തെ ദിവസം ആർക്കെങ്കിലും നിങ്ങൾ അന്നദാനം ചെയ്തിരിക്കണം. കാരണം നാളത്തെ അന്നദാനം എന്ന് പറയുന്നത് ശനി ഭഗവാൻ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അത് ഞാൻ ശനി ജയന്തി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്ത് എങ്ങനെ ഏത് സമയം എന്നൊക്കെയുള്ളത്. അപ്പം ഇത് വൈശാഖ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം കൂടിയിട്ടായതുകൊണ്ട് നാളത്തെ ദിവസം അന്നദാനം ചെയ്യണം. അതിൽ തന്നെ പക്ഷി മൃഗാദികൾ, ഉറുമ്പുകൾ, അപ്പം ഇവർക്കാണ് നാളത്തെ ദിവസത്തെ നമ്മുടെ അന്നദാനം എന്ന് പറയുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ചില ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും അന്നദാനമുണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, അതേപോലെ തന്നെയുള്ള ചില വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ, ഇപ്പം മൂകാംബിക പോലുള്ള ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലോട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് പൈസ. അത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരാൾക്കെങ്കിലും അന്നം ദാനം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാളത്തെ ദിവസം കഴിയുന്നതും ഉഗ്രദൈവങ്ങളുടെ ക്ഷേത്രം ദർശിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് വൈശാഖ ആ ഒരു അവസാനമായതുകൊണ്ട്. അങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഒരാൾക്കെങ്കിലും വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇതിലേതെങ്കിലും ഒരു ബുക്ക് ദാനം ചെയ്യുന്നതും അക്ഷയ ഫലം നമുക്ക് നേടിത്തരും. വൈശാഖ മാസത്തിൽ ഇത് പർട്ടിക്കുലറായിട്ട് ദാനം ചെയ്താൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീത അത് ദാനം ചെയ്താൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ വലിയ ബുക്ക് മേടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം ആണെങ്കിലും അതേപോലെ ഭഗവത്ഗീത, രാമായണം ഇതിൻ്റെയൊക്കെ വളരെ കുഞ്ഞു ബുക്ക് കിട്ടും. ഇത് വാങ്ങിച്ച് ദാനം ചെയ്താലും മതിയാവും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ ഗീതാദാനം തന്നെയുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും നമുക്ക് പറ്റിയില്ല, നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിലും തുളസിമാല കിട്ടുമല്ലോ. അപ്പം തുളസിമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന് ഉഗ്രദൈവ ക്ഷേത്ര ദർശനം, പിന്നെ വീട്ടിൽ ഭഗവാനുള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക.
എന്നുള്ളതാണ്. നാളത്തെ ദിവസം കഴിയുന്നതും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതായത് നോൺ വെജൊക്കെ കഴിയുന്നതും ഒഴിവാക്കണം. നാളത്തെ ദിവസം കഴിയുന്നതും വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. തന്നെയുമല്ല, പിന്നെ അങ്ങോട്ട് അധിക മാസത്തിൻ്റെ ആരംഭമാണ്. ആ വീഡിയോയും ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പം ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് എല്ലാവിധത്തിലെ മുൻജന്മ പാപങ്ങളെയും ഇല്ലാതാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യത്തെ തിരിച്ചു പിടിക്കാൻ ഉതകുന്ന, നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. അത്രമേൽ പ്രാധാന്യമുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള പുരുഷോത്തമ മാസം അല്ലെങ്കിൽ അധിക മാസത്തിൻ്റെ ആരംഭമാണ്. ആ 30 ദിവസങ്ങളെന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിനെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ സഹായകമാകുന്ന 30 ദിവസങ്ങളാണ്. സോ എല്ലാവരും നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അധിക മാസത്തിന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീട്ടിലുള്ള സർവ്വ നെഗറ്റിവിറ്റിയെയും ഒഴിവാക്കി പോസിറ്റിവിറ്റിയെ സ്വീകരിക്കാൻ വീടിനെയും നമ്മളെയും ഒരുക്കുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.